ഹായ് ഓൾ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഇതിന് ചേർത്തിട്ടുള്ളൂ. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും കൂടി ചിക്കനൊക്കെ ചുട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടതെന്നും എങ്ങനെയാണ് തയ്യാറാക്കാവുന്നതെന്നും. അതിനായി ഞാനിവിടെ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസായി കട്ട് ചെയ്തതാണ്, സ്കിന്ന് റിമൂവ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചിക്കനെ 4 പീസായി കട്ട് ചെയ്താലും മതിയാകും. ഞാനിവിടെ ഇതുപോലെയുള്ള പീസുകളാക്കിയാണ് എടുത്തത്. എന്നിട്ട് ചെറുതായി ഒന്ന് കത്തി ഉപയോഗിച്ച് വരഞ്ഞു കൊടുക്കാം. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളയണം. ഇനി ഇതിലേക്ക് 5 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 20 അല്ലി വെളുത്തുള്ളി, ഒരു പിടി മല്ലിയിലയും ഒരു പിടി കറിവേപ്പിലയും മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ഉപയോഗിച്ചാൽ മതി. എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തത് കൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഉപയോഗിച്ചത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ലെമണിൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കണം. ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ മസാല തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് 3 മുതൽ 4 മണിക്കൂർ വരെ മാറ്റി വെക്കാം. എന്നാലേ നല്ലപോലെ ചിക്കനിലേക്ക് എരിവും പുളിയും ഒക്കെ പിടിക്കുകയുള്ളൂ. 3 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്രില്ലറിൽ നിരത്തി കൊടുക്കാം. ഇത് നല്ലപോലെ കനലിൽ ചുട്ടെടുക്കാം. ഞാനിവിടെ ചാർക്കോളിൻ്റെ കനലാണ് ഉപയോഗിക്കുന്നത്. വിറക് കനൽ ഉപയോഗിച്ചാലും മതിയാകും. ഗ്രില്ലറിൽ ചിക്കൻ്റെ പീസുകളൊക്കെ വെക്കുന്ന സമയത്ത് അല്പം എണ്ണ തടവി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എണ്ണ തടവിയിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ 2 സൈഡും മൊരിയിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ദമാമിലുള്ള എൻ്റെ മാമൻ്റെ റൂമിൽ പോയ സമയത്ത് അവിടെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടുന്ന് മാമൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വന്ന് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ചിക്കൻ ഗ്രിൽ ചെയ്ത് കഴിച്ചതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.